ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടോ, തെളിവില്ലെങ്കിൽ ഉണ്ടാക്കണം. തന്നെ ആരാടോ പോലീസിലെടുത്തത്? ആ വിഷ്ണുവിനെ പിടിച്ചകത്തിട്ടിട്ട് ശരിക്കും ചോദ്യം ചെയ്താൽ എല്ലാ സത്യങ്ങളും അവൻ തുറന്നു പറയും. ഇല്ലെങ്കിൽ അവനെ കൊണ്ട് പറയിക്കണം. ഞാൻ അല്പം മുമ്പ് നിന്നെ കുറിച്ച് ഓർത്തതേ ഉള്ളൂ, നിന്നെ കണ്ടില്ലല്ലോന്ന്. ഓർത്തപ്പോ തന്നെ വന്നില്ലേ? അതാണ് രക്തബന്ധം. വാ പറയട്ടെ. അമ്മേ, ഗോപാലേട്ടാ, ഞാനിവിടെ നിൽക്കുന്നത് തീ ചവിട്ടി നിൽക്കുന്ന പോലെയാ. എന്റെ ഒരു മനസമാധാനത്തിന് എനിക്കത് അറിഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോവും. ശാരദാമ്മേ, ആ, കുറുപ്പ് സാറിന്റെ ശബ്ദമല്ലേ ഇത്? നീ ഇപ്പൊ സമാധാനായിട്ടിരിക്കെ. അതെന്തായാലും നസീറിന്റെ ബോഡി ആയിരിക്കില്ല. പിന്നെ കായലങ്ങനെ പല ബോഡിയും പൊങ്ങിന്നിരിക്കും, ഒഴുകി നടക്കും. ഇവിടെ ഒന്നും നടന്നിട്ടില്ല, നമുക്കൊന്നും അറിയേയില്ല. മനസ്സിലായല്ലോ? ഞാൻ കുറുപ്പ് സാറെ ഒന്ന് കണ്ടിട്ട് വരാം. ഗോപാലേട്ടാ, ദേവി ഒന്ന് കാത്തോളേ. എനിക്ക് IG ഹമീദ് സാറിനെ ഒന്ന് കാണണം. അബൂബക്കർ വന്നു എന്ന് പറഞ്ഞാൽ മതി. ചോദിച്ചിട്ട് പറയാം, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ശരി. സാർ, അബൂബക്കർ എന്ന ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. അബൂബക്കറോ? ആ, വരാൻ പറയും. ശരി സാർ. ആ, ചെല്ലാൻ പറഞ്ഞു. ശരി. ആ, ഇതെന്താടാ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ആ, ഇരിക്കടോ. ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് തനിക്കറിയാം. എനിക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടിയേ പറ്റൂ. എടോ, ഞാൻ പറഞ്ഞില്ലേ, അന്വേഷിച്ചു. നസീറിന്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ച് പല രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും താമസിക്കാൻ സാധ്യതയുള്ള വീടുകളും എല്ലാം അന്വേഷിച്ചു. പക്ഷേ കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു എവിഡൻസും ഒരിടത്ത് നിന്നും കിട്ടിയില്ല. പിന്നെ തന്റെ മകന്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസും ചില ബന്ധങ്ങളും ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നുണ്ട്. അതും പിടിച്ചു പോകുമ്പോ കേസ് മറ്റേതെങ്കിലും വഴിക്ക് പോകാനാ സാധ്യത. ഞാനിപ്പോ വരുന്നത് കായൽക്കരയിൽ അടിഞ്ഞിരിക്കുന്ന ഒരു മൃതദേഹം കണ്ടിട്ടാ. ബോഡി അവന്റേതാണോന്ന് തന്റെ പോലീസുകാർക്ക് ഒരു സംശയം. ഞാൻ പോയി നോക്കി, അത് അവന്റെ ബോഡി അല്ല. അതിലൊരാശ്വാസം എനിക്കുണ്ട്. എങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പായി, എന്റെ മോൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവൻ ഇതിനകം എന്റെ അടുത്ത് എത്തിയാണ്. ഈ ഒരു കേസിന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. ഇങ്ങനെ ഒരു ഉയർന്ന പൊസിഷനിൽ ഇരുന്നിട്ടും തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോ. താൻ എന്താണോ ആ വിഷ്ണുവിന്റെ പുറകെ കേസ് കൊണ്ടുപോവാത്തത്? അതിന് വിഷ്ണുവിനെ സംശയിക്കാൻ എന്ത് തെളിവാണ് നമ്മുടെ കയ്യിലുള്ളത്? അല്ലെങ്കിൽ തന്നെ വിഷ്ണു നസീറിനെ കൊല്ലേണ്ട കാര്യം എന്താണ്? അന്ന് രാത്രി നൂർജഹാനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി പോയപ്പോഴാണല്ലോ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തത്. ആ വീട്ടിൽ നസീർ ചെന്നിട്ടുണ്ടെന്ന് നസീർ എനിക്ക് ഫോൺ ചെയ്തതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാം. നസീറിൽ നിന്ന് നൂർജഹാനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ശ്രമത്തിനിടയിലാണ് മരണം നടന്നതെങ്കിലോ? അങ്ങനെ ആവാലോ. ഈ പറയുന്ന വീട്ടിൽ, അതായത് ഈ കുടുംബശ്രീ ശാരദയുടെ വീട്ടിൽ ഇവരെല്ലാവരും ഉണ്ടെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായും അവിടെ ഒരു മൽപ്പിടുത്തമോ അടിപിടിയോ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. അങ്ങനെ അവിടെ വെച്ച് നസീറിന് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിലോ? സംശയമില്ലേ? ഉറപ്പിക്കാൻ നമ്മളെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? എടോ,
തെളിവില്ലെങ്കിൽ ഉണ്ടാക്കണം. തന്നെ ആരാടോ പോലീസിലെടുത്തത്? ആ വിഷ്ണുവിനെ പിടിച്ചകത്തിട്ടിട്ട് ശരിക്കും ചോദ്യം ചെയ്താൽ എല്ലാ സത്യങ്ങളും അവൻ തുറന്നു പറയും. ഇല്ലെങ്കിൽ അവനെ കൊണ്ട് പറയിക്കണം. എനിക്കുറപ്പുണ്ട് ഇതിൽ അവന് വ്യക്തമായ പങ്കുണ്ട്. എന്താ മപ്പി അച്ഛൻ വരാത്തത്? ചിലപ്പോ ഓട്ടം കിട്ടിക്കാണും. എന്നാലും വൈകാൻ പാടുണ്ടോ? ഇന്ന് വരട്ടെ, ശരിയാക്കി കൊടുക്കാം. ദേ ആരാ വരുന്നേന്ന് നോക്കിയേ. മക്കളെ അച്ഛാ. അച്ഛൻ എന്താ ഇവിടെ? മക്കളുമാരെ കാണാൻ വന്നതാ. രണ്ടുപേരും നിപ്പേ അച്ചച്ച ഇങ്ങനെ നോക്കി കാണുമായിരുന്നു. മക്കളുമാര് വലുതാവുമ്പോഴും ഈ സ്നേഹമൊക്കെ ഉണ്ടാവണം കേട്ടോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഈ കൂട്ടു പോവരുത് കേട്ടോ. പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ വേണം. അച്ഛന് സുഖമല്ലേ? സുഖമാ മക്കളെ. അച്ചച്ചൻ സംശയിച്ചാ വന്നതേ. ഞാൻ വരുന്നതിന് മുമ്പ് എന്റെ മക്കളുമാര് പോവുന്നേ. അച്ഛനിപ്പ എന്തിനാ വന്നേ? നിങ്ങളെ ഒന്ന് കാണണമെന്നേ അച്ചച്ചൻ്റെ ആഗ്രഹം. അപ്പൊ തന്നെ അച്ചച്ചൻ ഇങ്ങോട്ട് പോന്നു. അല്ല, ഇനിയിപ്പൊ നിങ്ങൾ എങ്ങനാ പോകുന്നേ? അതച്ഛൻ ഓട്ടോ ആയിട്ട് വരും. അച്ഛനോ? ആ അച്ഛൻ ഇന്ന് ഞങ്ങളെ വിളിച്ചോണ്ട് പോകുന്ന അച്ഛനാണല്ലോ. സത്യയുടെ അച്ഛൻ ദുബായിലും കണ്ടല്ലേ. പിന്നെ ഓട്ടോ ഓടിക്കുന്നു പറയുന്നത്